നമ്മുടെ ഈ ഒരു ദൗത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി മറ്റ് തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. അതായത് ഇന്ത്യയുടെ ഭാവി ദൗത്യം നമ്മൾ പറയുന്നു 2040 മനുഷ്യനെ നമുക്ക് ചന്ദ്രനിലേക്ക് അയക്കണം എന്നുള്ള ഒരു ദൗത്യത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനായിട്ടുള്ള ഭാരത് അന്തരീക്ഷ് നിർമ്മിക്കുക എന്നുള്ള ഒരു വിഷയം, ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ രാജ്യാന്തര സ്പേസ് സ്റ്റേഷനിലേക്ക് ശുഭാൻശു കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കൂടി നേട്ടമാക്കി മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഒരു പാഠമാക്കി മാറ്റാനായി സാധിക്കുമോ? അതോടൊപ്പം ഈ പറയുന്ന ടൈം ലൈൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചു കൊണ്ടുവരാനായി ഏതൊക്കെ രീതിയിൽ സാധിക്കും? ഇതില് പിന്നെ നേരത്തെ ഒരു പാനലിസ്റ്റ് മിസ്റ്റർ ഗിരിയും ജയേന്ദ്രനൊക്കെ പറഞ്ഞിടത്തുനിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതായത് മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ദ എൻറ്റയർ മിഷൻ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ ഡോക്കിംഗ് അൺഡോക്കിംഗ് ആണ്. കാരണം അത് വളരെ വളരെ കോംപ്ലക്സ് ആണ്. അപ്പോൾ 400 കിലോമീറ്റേഴ്സ് ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ISS ഈസ് ആൾമോസ്റ്റ് 25 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇപ്പൊ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി പറയാണ്, അതായത് ഒരു 7.2 കിലോമീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് ഈ പേടകങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു പേടകത്തിന്റെ ഒപ്പം ചെന്ന് അതിന്റെ കൂടെ ട്രാവൽ ചെയ്ത് അല്ല അതിനോട് കാച്ചപ്പ് ചെയ്ത് റിലേറ്റീവ് വെലോസിറ്റി ആൾമോസ്റ്റ് 0 ആയി കൊണ്ടുവന്ന് അടുത്തു പോയി പിന്നെ ഡോക്ക് ചെയ്യുക, അകത്ത് കിടക്കുക, പിന്നെ അതുമാതിരി പുറത്ത് കടന്നു വരിക. അപ്പൊ ഈ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇറ്റ് വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് ടേക്ക് അവേ ഫ്രം ദിസ് മിഷൻ. നമ്മുടെ ശുഭാൻശു ശുക്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഭാവിയിലുള്ള നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പോലുള്ള അസംബ്ലി ഇൻ സ്പേസ്, അതായത് ചെറിയ ചെറിയ മോഡ്യൂൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ട്, മാനേജബിൾ മോഡ്യൂൾസ് ഉണ്ടാക്കിയിട്ട് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ ടു സ്പേസ് ആൻഡ് അസംബിൾ ഇറ്റ്. അങ്ങനത്തെ യാത്രകളിലൊക്കെ നമ്മൾ പേടകങ്ങളെ കൂട്ടി യോജിപ്പിക്കാനും ഡോക്ക് ചെയ്യാനും അൺഡോക്ക് ചെയ്യാനൊക്കെ ഉള്ള എക്സ്പീരിയൻസ് നമുക്ക് നമ്മളുടെ ഈ യാത്രയോട് കൂടി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 3, 4 ചന്ദ്രയാൻ 4 ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വുഡ് ബി ടു കളക്ട് സാമ്പിൾസ് വിത്ത് റോബോട്ടിക് ആർംസ് ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക്. സബ്സിക്വന്റ്ലി നമ്മളെ 2040 ടൈം ലൈനിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള മൂൺ ലാൻഡിങ് വിത്ത് ഹ്യൂമൻ മിഷൻ, അവിടേക്കുള്ള പിന്നെ തയ്യാറെടുപ്പിന്റെയും ഏറ്റവും വളരെ ക്രിട്ടിക്കൽ ഭാഗങ്ങൾ നമുക്കിപ്പോ സ്വായത്തമാക്കാൻ കഴിയും. പിന്നെ ഈവൻ മാർസ് ഓർബിറ്റർ മിഷൻസും അവിടെ പോയിട്ടുള്ള പിന്നെ മെറ്റിയോർസിൽ പോയിട്ടുള്ള കാരണം അവിടുത്തെ ധാതുവസ്തുക്കളൊക്കെ മൈൻ ചെയ്ത് കൊണ്ടുവരാന്നുള്ള അങ്ങനത്തെ റോബോട്ടിക് മിഷൻസിനെ പറ്റിയിട്ടുള്ള സാങ്കേതിക വിദ്യകളിലും നല്ല വിധം പരിജ്ഞാനം അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഭാവിയിലത്തെ നമ്മളുടെ മാൻഡ് മിഷൻസ് ആസ് വെൽ ആസ് അൺമാൻഡ് മിഷൻസ്, ഇത് രണ്ടിലേക്കുള്ള ക്രിട്ടിക്കൽ ടെക്നോളജിയുടെ ഉള്ള ഒരു റിയൽ എക്സ്പോഷർ ആണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് വെരി ബെനിഫിഷ്യൽ ഫോർ അസ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഡോക്കിംഗ് അൺഡോക്കിംഗ് ഇറ്റ് സെൽഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പീരിയൻസ് വൺ ക്യാൻ ഹാവ്. മാനോവറിംഗ് ദ സ്പേസ് ക്രാഫ്റ്റ് vertical lift off allalo പോകുന്നത്. So you have to go to the low earth orbit, then from there you have to move in steps, go to the 400 kilometer circular orbit, catch up with the ISS, then decelerate or accelerate whatever, and then synchronize and get in, similarly get out, again re-enter. അപ്പോൾ ഈ ടെക്നോളജീസ് ഒക്കെ വളരെ ക്രിട്ടിക്കൽ ആണ്. സോ ദിസ് ഇസ് എ ഗ്രേറ്റ് സ്റ്റെപ്പ്. സാർ, ഒരു സംശയം കൂടി, അതായത് പ്രേക്ഷകർക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്, എന്താണ് ലളിതമായി നമുക്ക് പറയാൻ സാധിക്കുക? സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സ്പെരിമെന്റേഷൻ. ഭാവിയിൽ നമ്മൾ സ്പേസ് ഈസ് ഗോയിങ് ടു ബി ദ 4th ഡൊമൈൻ ഓർ 4th ഫ്രോണ്ടിയർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കൺവെൻഷനലി വി ആർ ടോക്കിംഗ് അബൌട്ട് ലാൻഡ്, എയർ ആൻഡ് വാട്ടർ. അത് കഴിഞ്ഞിട്ട് ബഹിരാകാശം എന്ന് പറഞ്ഞാൽ ഒരു 100 കിലോമീറ്റേഴ്സ് ആൻഡ് ബിയോണ്ട്. അപ്പൊ 100 കിലോമീറ്റേഴ്സ് വരെയുള്ള നമ്മളുടെ നാഷണൽ എയർ സ്പേസ് ആണ്. സോ ബിയോണ്ട് 100 കിലോമീറ്റേഴ്സ്, ഇഫ് യു ഡിഫൈൻ എ സർക്കിൾ അറൌണ്ട് ദ എർത്ത്, നോ, സോ ബിയോണ്ട് ദാറ്റ് പോയിന്റ് ഈസ് ബഹിരാകാശം. അപ്പൊ അവിടേക്ക് പോവാനുള്ള ഇതാണ് നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത്.